ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്, ഷൊർണൂർ ജംഗ്ഷനിൽ. ഞങ്ങൾ എല്ലാവരും കൂടെ മൂകാംബിക അമ്പലത്തിലോട്ടൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൂകാംബിക ഉടുപ്പി. മൂകാംബിക അമ്പലത്തെക്കുറിച്ച് കേൾക്കാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഏറ്റവും കൂടുതൽ മലയാളികൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക അമ്പലത്തിലോട്ട് പോകുന്ന ആളുകൾ ഇറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ട് നേത്രാവതി എക്സ്പ്രസ് ആണ്. ഷൊർണൂരിൽ നിന്നും 4:25 ട്രെയിൻ എടുക്കുന്നത്, ഷൊർണൂർ ടു ബൈന്ദൂർ. ഏകദേശം ഒരു രാത്രി 1:20 ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തും. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രെയിനിൽ കയറി. ട്രെയിൻ ഓൺ ടൈമിൽ തന്നെ വന്നത്. അപ്പോൾ സീറ്റെല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങളപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ലച്ചു വിച്ചു എല്ലാവരും ഉണ്ട്, എല്ലാ പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുൾ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ട്രെയിൻ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നല്ല രസമാണ്. ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഷൊർണൂരിൽ നിന്നും കോഴിക്കോട് ഇല്ലെങ്കിൽ കാസർഗോഡൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം, നല്ല മനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ കാലിക്കറ്റ് ജംഗ്ഷനെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ വടകര എത്തിയിട്ടുണ്ട്. വടകര എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കുറച്ച് കാലം വടകര വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ട്രെയിൻ വടകര ജംഗ്ഷനിൽ എത്താൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കൂടെ നമ്മളിരിക്കണം. രാത്രി 1:20 ഈ ട്രെയിന് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിനൊക്കെ ഓൺ ടൈമാണ് കേട്ടോ, ഒന്നും ഡിലേ ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 4:25 ഷൊർണൂരെത്തി. അതുപോലെ തന്നെ കറക്റ്റ് ഒരു 1:25 ബൈന്ദൂരെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് മൂകാംബിക ടെമ്പിളിലോട്ട് പോകാൻ. നമുക്കിവിടെ ഓട്ടോറിക്ഷീസ് ഉണ്ട്, അതുപോലെ തന്നെ ടാക്സി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അധികം ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു ഒരു വലിയ വണ്ടി തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറി. ഇപ്പോൾ ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം ബൈന്ദൂരാണ്. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് മൂകാംബിക അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ നല്ല ഉറക്കെല്ലാം കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ടൂറിസ്റ്റ് ഹോം, വിധാത്രി ടൂറിസ്റ്റ് ഹോം. അമ്പലത്തിന് ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഇതൊരു സീസൺ ടൈം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹോട്ടൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് മൂകാംബിക അമ്പലം സന്ദർശിക്കാനുള്ളത്. ഏകദേശം 2018 മുതൽ ഞാനതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്, എനിക്കും എൻ്റെ ഫാമിലിക്കും. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു രഥോത്സവം ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ, ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി മൂകാംബിക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക. അപ്പോൾ അമ്പലത്തിനടുത്ത് തന്നെ നമുക്ക് ദേവിക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് അവിടെ അർപ്പിക്കാൻ പറ്റും. ഇതൊരു ഒരു തട്ട് പോലെ നമുക്ക് തരും. 200-250 രൂപയാണ് അവരത് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിട്ടും, അതുപോലെ തന്നെ ദേവിയുടെ വിഗ്രഹങ്ങൾ, ദേവിയുടെ ഫോട്ടോസ് കിട്ടും, പിള്ളേർക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്, ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ കിട്ടുന്നത്. മൂകാംബിക അമ്പലം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു അമ്പലമൊന്നും അല്ല. ഇപ്പം നമുക്ക് നോർമലി വേറെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഗുരുവായൂർ, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, വീഡിയോസ് എടുക്കാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കുറവാണ്. എന്നാലും അമ്പലത്തിനകത്ത് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് മൂകാംബിക ദേവിയുടെ കൊടിമരം. അപ്പോൾ ഏകദേശം നല്ല തിരക്കുണ്ട് കേട്ടോ, രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ ഒത്തിരി വെക്കേഷൻ ടൈം ആണല്ലോ, പിന്നെ രഥോത്സവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ മൂകാംബിക ദേവിയെ ദർശിച്ച ശേഷം പുറത്ത് വന്ന ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ തിരക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്ന സമയത്ത് തിരക്കുണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് നമുക്ക് ദേവിയെ കാണാൻ പറ്റി. വളരെ കൺകുളിർക്ക് ദേവിയെ കാണാൻ പറ്റി. അപ്പോൾ നമുക്കിനി കുറച്ച് പുറത്തുള്ള കാഴ്ചകൾ കാണാം. മൂകാംബിക അമ്പലത്തിനുള്ള പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ദർശനത്തിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ സൗപർണിക നദിയിൽ വന്നിരിക്കുകയാണ്. വെള്ളം അത്യാവശ്യമുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ സമ്മർ ടൈമിൽ വന്നതുകൊണ്ടായിരിക്കണം അധികം അങ്ങനെ ഒഴുക്ക് കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ സൗപർണിക നദിയിൽ കുളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മൂകാംബിക അമ്പലത്തിലോട്ട് ചെല്ലാൻ പാടുള്ളൂ. ഇങ്ങനൊരു ഐതിഹ്യം ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും രാവിലെ ഇവിടെ ഈ നദിയിൽ കുളിക്കാൻ വന്നില്ല, പക്ഷേ ഞങ്ങൾ അമ്പലത്തിന് ദേവിയെ കണ്ടതിന് ശേഷം ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ കാലും കൈയെല്ലാം കഴുകി, പിന്നെ ഇവിടുത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട് പോലെ അങ്ങനെ ഒരുപാട് അഴുക്കുള്ളൊരു വെള്ളമൊന്നുമല്ല, നന്നായിട്ട് അവരത് കെയർ ചെയ്യുന്നുണ്ട്. മേ ബി ചിലപ്പോൾ ഇപ്പോൾ അത്യാവശ്യം പ്ലാസ്റ്റിക് കണ്ടിരുന്നു, എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലത്തെ നദികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്രമാത്രം മലിനമായി കിടക്കുന്ന ഒരു നദിയല്ല സൗപർണിക നദി. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഒരുപാട് മീനുകളും അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളത്തിൽ നമ്മൾ കാല് വയ്ക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വൈകുന്നേരത്ത് ദീപാരാധന കാണാൻ വേണ്ടി അമ്പലത്തിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേവിയെ പല്ലക്കിലോട്ട് കൊണ്ടുവരുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. നല്ല രസമാണ്, കാണാനുള്ള ഒരു ചടങ്ങാണത്. മൂകാംബിക അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥമാണ് കഷായം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഇത് വിശ്വാസപ്രകാരം നമ്മുടെ നട അടച്ചതിന് ശേഷം, രാത്രി ദീപാരാധനയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷം കൊടുക്കുന്ന ഒരു തീർത്ഥമാണ് കഷായം. ഇത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അത് കുടിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കഷായം എന്ന് പറയുമ്പോൾ ഒരു തീർത്ഥം പോലെ സ്പൂണിൽ തരുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം വേണമെങ്കിൽ ഒരു ചെറിയ ദക്ഷിണ കൊടുത്താൽ അവർ ചെറിയൊരു കുപ്പിയിൽ നമുക്ക് ആക്കിത്തരും. അപ്പോൾ ഇത് കഷായത്തിനുള്ള ക്യൂ ആണ്. കഷായം എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു കയ്പുള്ളൊരു ഫീലിംഗ് ഒന്നും അല്ല. നമ്മൾ ഏകദേശം ഒരു ചുക്ക് കാപ്പി കുടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അത് ദൈവത്തിന് നിവേദിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച കഷായം. അപ്പോൾ മൂകാംബിക വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി 2-3 വീഡിയോസ് വരാനുണ്ട്, കുടജാദ്രി, ഉടുപ്പി. അപ്പോൾ സ്റ്റേ ട്യൂൺ.